ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ ആംപ്ലിഫയർ അതേപോലെ ചെറിയ വൂഫറൊക്കെ വരുന്ന ഒരു കിറ്റ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കിറ്റിൻ്റെ എന്താ പറയുക ഓപ്പണിങ് അതേപോലെ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. നമ്മുടെ വാഹനത്തിൽ നല്ല മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക യാത്ര നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംഭവമാണിത്. അപ്പോൾ എന്താ പറയുക പണ്ട് കാലങ്ങളിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഈ വലിയ ആംപ്ലിഫയർ അതേപോലെ വലിയ വൂഫറൊക്കെ വാങ്ങിച്ച് വണ്ടീൻ്റെ ഡിക്കിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ വലിയ വൂഫറൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിക്കിനുള്ളത്തെ സ്പേസൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ആംപ്ലിഫയറും അതേപോലെ അതിൻ്റെ വയറിങ് പിന്നെ അതിൻ്റെ ആ ഒരു വൂഫറിൻ്റെ ബോക്സ് ഇതൊക്കെ വെക്കാൻ വേണ്ടി കുറേ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ ഈ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒരു സംഭവം ചെറിയ ഒരു പോർട്ടബിൾ എന്താ പറയുക ചെറിയൊരു ആംപ്ലിഫയറും അതേപോലെ ചെറിയ വൂഫറൊക്കെ വരുന്നൊരു കിറ്റാണ് സംഭവം. അപ്പോൾ ഇത് മോഡേൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമുക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുക, അത്യാവശ്യം ടെക്നിക്കൽ ഐഡിയ ആൾക്കാർക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ആൾട്ടോ അതേപോലെ ഷിഫ്റ്റ് ഇത്തരം ചെറിയ വാഹനങ്ങളിലൊക്കെ ഈ വൂഫറും അതേപോലെ ഈ ആംപ്ലിഫയറൊക്കെ വെക്കാനുള്ള സ്പേസ് കുറവാണ് ഡിക്കിയിൽ. അപ്പോൾ അത്തരം ചെറിയ വാഹനങ്ങൾക്ക് ഈ ഒരു സംഭവം വളരെ അടിപൊളിയായിരിക്കും. കാരണം അത് ഡോറിൻ്റെ അകത്ത് അതേപോലെ റിയറിലെ ആ ഒരു പാനലിൻ്റെ മേലേക്ക് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കിറ്റിൻ്റെ അകത്ത് 2 വൂഫറും അതേപോലെ ചെറിയ 2 വൂഫർ അതേപോലെ ചെറിയ 2 ട്യൂട്ടർ പിന്നെ 2 ചെറിയ ആംപ്ലിഫയറും വരുന്നുണ്ട്. ഈ ആംപ്ലിഫയറാണ് നമ്മൾ ആ ഒരു സ്റ്റീരിയോ എന്ന് വരുന്ന വോയിസിൻ്റെ ക്ലിയാരിറ്റി കൂട്ടിയിട്ട് അതേപോലെ ബാസൊക്കെ കൂട്ടിയിട്ട് അടിപൊളി എന്താ പറയുക ഒരു മ്യൂസിക് സിസ്റ്റം ആക്കി മാറ്റുന്നുണ്ട് ഈ ഒരു സംഭവം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളിലൊക്കെയുള്ള പയനിയർ അതേപോലെ കെൻവുഡിൻ്റെ ഒക്കെ ചെറിയ സ്റ്റീരിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വളരെ കുറവായിരിക്കും. അതിന് ശരിക്കും നല്ല ബാസും അതേപോലെ നല്ല സൗണ്ട് ക്ലിയറിറ്റി കുറവായിരിക്കും, അതേപോലെ ബാസ് കുറവായിരിക്കും. നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിച്ച ആ ഒരു തള്ളും എഫക്റ്റ് ഒന്നും ആ ഒരു ചെറിയ റേഡിയോ ഒന്നും കിട്ടില്ല. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഒന്ന് സമാധാനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ഈ സംഭവം നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്യുക. ഡോറിൻ്റെ ഉള്ളിൽ 2 ഒരു സ്പീക്കർ, ഫ്രണ്ടിലെ 2 ലെഫ്റ്റും റൈറ്റും സൈഡിൽ നമുക്ക് 2 സ്പീക്കർ ഫിറ്റ് ചെയ്യുക. അതേപോലെ 2 ട്യൂട്ടർ ഫിറ്റ് ചെയ്യുക ഡാഷ്ബോർഡിൻ്റെ സൈഡിലൊക്കെ. അതിന് 2 ആംപ്ലിഫയർ. അപ്പോൾ ആ ഏരിയയിൽ നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും. ഈ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ബാസൊക്കെ ലക്ഷം കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ഒരു സംഭവമാണ്. അപ്പോൾ അതേപോലെ കെൻവുഡിൻ്റെയൊക്കെ സാധനം വരുന്നുണ്ട്. അതിനൊക്കെ നല്ല വില ഉണ്ട്. കെൻവുഡിന് നാട്ടിലെ 15,000 വരുന്നുണ്ട് ആ ഒരു കിറ്റിന്. അതിൽ 2 സ്പീക്കറും 2 ആംപ്ലിഫയറൊക്കെയാണ് വരുന്നത്. അതുപോലെ ട്യൂട്ടർ വരുന്നുണ്ട്. കെൻവുഡ് ആകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ലോക്കൽ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇപ്പോൾ വലിയ ആംപ്ലിഫയറിനൊക്കെ 10,000-30,000 30,000 വില ഉണ്ട് ആ വലിയ ആംപ്ലിഫയർ പിന്നെ വൂഫർ സംഭവത്തിനൊക്കെ. അപ്പോൾ അതിൽ എത്ര ബെറ്ററാണ് ശരിക്കും ഈ ഒരു സംഭവം. അത് വീഡിയോയിൽ കിടക്കാം, ഏതൊന്ന് ശരിക്കും നോക്കാം അതിൽ എന്തൊക്കെയാണ് വരുന്നത് ഈ ഒരു കിറ്റിൻ്റെ അകത്ത്, അതേപോലെ എത്രമാത്രം യൂസബിളാണ് ഈ ഒരു സംഭവം എന്ന് നമുക്ക് നേരിട്ട് നോക്കി മനസ്സിലാക്കാം. ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. അതാണ് കേട്ടോ സംഭവം. ഇപ്പോൾ ഇവിടെ ഡിസൈനിങ്ങിന് USA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ട്യൂട്ടർ അതേപോലെ ആംപ്ലിഫയർ സ്പീക്കറിനൊക്കെ ഫോട്ടോ കാണാം അവിടെ. ഇതിൻ്റെ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോമ്പണൻ്റ് കാർ സ്പീക്കർ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാട്ടോ ഈ ഒരു കിറ്റിൻ്റെ അതാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. ഇപ്പോൾ 2 വൂഫർ കാണാം, 2 വൂഫർ. ഈ ചെറിയ സംഭവം ഇതിന് ആംപ്ലിഫയർ കേട്ടോ. അപ്പോൾ ആ ഒരു സ്പീക്കറിനും ആ ഒരു ട്യൂട്ടറിനും വേണ്ടിയിട്ടുള്ള ആ ഒരു ആംപ്ലിഫയറാണ്. അതിൻ്റെ എന്താ പറയുക ആ ഒരു വൂഫറിൻ്റെ സിഗ്നലും ട്യൂട്ടറിൻ്റെ സിഗ്നലൊക്കെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് ശരിക്കും മിനി ആംപ്ലിഫയർ എന്നാട്ടോ പറയുന്നത്. കാരണം അത് വലിയൊരു ബോക്സ് അല്ല, അത് ചെറിയൊരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഡോറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുക ഈ ഒരു സംഭവത്തിനൊക്കെ. പക്ഷെ അതിൻ്റെ അകത്ത് ചെറിയ ഹോൾസൊക്കെ വരുന്നുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. ഈ ഒരു ബോർഡിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എയർ സർക്കുലേഷൻ വേണം. അങ്ങനെ വരുന്ന സമയത്ത് ഡോറിൻ്റെ അകത്തൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അത് വെള്ളം കയറിയിട്ട് ഡാമേജ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഒരു ബേസിക് കേട്ടോ. ഇത് 7,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ്. ഇതിൽ പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബേസിക് മോഡലാണെങ്കിലും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ആംപ്ലിഫയർ സംഭവം സർക്യൂട്ട് ബോർഡൊക്കെ കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറൊക്കെ ഉണ്ട്. സ്പീക്കറുള്ള വൂഫറാണ്. നല്ല ഡയഫ്രൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ കാണാം ഈ 2 സ്പീക്കർ അതേപോലെ ഈ 2 ട്യൂട്ടറൊക്കെ പെയറായിട്ട് വരുന്നതാണ്. അതേപോലെ 2 ആംപ്ലിഫയറും ഉണ്ടാവും. ഇവിടെ ഇതിൻ്റെ ആംപ്ലിഫയറൊക്കെ കാണാം. അതൊക്കെ പല ടൈപ്പ് ആംപ്ലിഫയർ കേട്ടോ. പല ടൈപ്പ് വൂഫർ വരുന്നുണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ ഫ്രണ്ടിലെ ഡോറിൻ്റെ ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ്. എന്താ പറയുക നല്ലൊരു സ്പോർട്ടി ലുക്കൊക്കെ ഉണ്ടാവും. ഇവിടെ ട്യൂട്ടർ കാണാം. അത് ഡാഷ്ബോർഡിൻ്റെ 2 സൈഡിലൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി. കിറ്റ് പല ടൈപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കിറ്റിലും പല ടൈപ്പിലുള്ള ആംപ്ലിഫയറും അതിൻ്റെ വാട്ടേജൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ചില ആംപ്ലിഫയർ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ കേട്ടോ. ശരിക്കും നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഓപ്പണാക്കി വെക്കുന്നത്. ഇതിനകത്തുള്ള കോയിൽ അതേപോലെ കപ്പാസിറ്റർ ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും ചൂടാവും. ഇത് ശരിക്കും നല്ലൊരു ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്യണം ശരിക്കും വാഹനത്തിൻ്റെ.
ഓവർ സ്പേസൊന്നും ആവശ്യമില്ല ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ വൂഫറൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇത്തരം സാധനങ്ങളൊക്കെ എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വിപണിയിൽ. നമ്മളെ നാട്ടിൽ ശരിക്കും എത്രമാത്രം എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എത്രമാത്രം പ്രായോഗികമായിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം അത് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല മൂവിങ് ഉണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇതിൽ പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പീക്കർ കേട്ടോ. ഇതിന് ഒരു 15,000 രൂപേനടുത്ത് വില വരുന്നുണ്ട് ഈ ഒരു സെറ്റിന്. 2 സ്പീക്കർ, 2 ആംപ്ലിഫയർ, ലേശം എന്താ പറയുക വാട്സ് കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ അതിൻ്റെ മാഗ്നറ്റ് കോയിലിനൊക്കെ വ്യത്യാസമുണ്ട്. അതേപോലെ അതിൻ്റെ ആംപ്ലിഫയറും ലേശം ക്വാളിറ്റി കൂടുതലുള്ള ആംപ്ലിഫയറൊക്കെയാണ്. വലിയ ആംപ്ലിഫയറൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ലേശം ഓവറാവും. അതിന് കുറേ സ്പേസും അതിൻ്റെ വൂഫറിനൊക്കെ കുറേ സ്പേസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് സ്പേസ് വളരെ കുറവ് മതി. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതേപോലെ അത് പെട്ടെന്ന് പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ ആ ഒരു സ്പീക്കറും അതേപോലെ അതിൻ്റെ ആംപ്ലിഫയറൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഹൈഡായിട്ട് വെക്കാൻ സാധിക്കും ചെറിയ ആംപ്ലിഫയർ ആയതുകൊണ്ട്. അതേപോലെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ ഈ കാണുന്നത് ഇത് വലിയൊരു ആംപ്ലിഫയർ കേട്ടോ. അത് 19,000 1 ലക്ഷം റുപ്യോളം വില വരും ഇത്തരം ആംപ്ലിഫയറിനൊക്കെ. ഇതിന് വല്ല വാട്സ് കൂടുതലായിരിക്കും. അതേപോലെ അതിന് വലിയ വൂഫറൊക്കെ വേണ്ടി വരും. ഇവിടെ ഇതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഇൻപുട്ടും അതേപോലെ അതിന് ബാറ്ററി കൂടുതൽ കറണ്ടൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇത്തരം വലിയ ആംപ്ലിഫയറും വൂഫറൊക്കെ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇവരിവിടെ ഡിസ്പ്ലേക്ക് വെച്ചൊരു സംഭവം കേട്ടോ. ഇതാണ് ഈ ഒരു കിറ്റിൽ വരുന്ന സംഭവം കേട്ടോ. 2 വൂഫർ, 2 ട്യൂട്ടർ, അതേപോലെ 2 ആംപ്ലിഫയർ, പിന്നെ സ്പീക്കർ നമ്മളെ വാഹനത്തിൽ ഓൾറെഡി ഉണ്ടാവും. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഇതിൻ്റെ കിറ്റുകൾ കേട്ടോ. ഈ കാണുന്ന കുറേ കമ്പനികളുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന JBL കേട്ടോ. JBLൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല സൗണ്ട് ക്ലിയറിറ്റിയും കൂടുതലായിരിക്കും.